കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചീര. ചീര തന്നെ വിവിധ ഇനങ്ങളുണ്ട്. പണ്ട് മുതലേ ചീര നമ്മുടെ അടുക്കള മുറ്റത്ത് സ്ഥാനം പിടിച്ച ഒരു പച്ചക്കറിയാണ്. പണ്ടൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചീരകൾക്ക് വളമായും കീടനാശിനിയായും ഒക്കെ ഉപയോഗിക്കുന്നത് ഗോമൂത്രമാണ്. എന്നാൽ ഗോമൂത്രം മുമ്പത്തെ പോലെ കിട്ടാൻ പ്രയാസമുള്ള ഈ ഒരു സമയത്ത് ഗോമൂത്രത്തിന് പകരമായി ചീരക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ രീതിയിലുള്ള നല്ലൊരു പരിഹാരമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് നമുക്ക് വേണ്ടത് പറമ്പിലും വേലികളിലുമൊക്കെ വളർന്നു നിൽക്കുന്ന ശീമക്കൊന്നയുടെ ഇലയില്ലേ, അതാണ് പ്രധാനമായും വേണ്ടത്. പിന്നെ രണ്ടാമതായി വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളവും. അപ്പോൾ ശീമക്കൊന്നയുടെ ഇലയും കഞ്ഞിവെള്ളവും ചേർത്ത് എങ്ങനെ ഒരു മികച്ച വളമായും കീടനാശിനിയായും ഉപയോഗിക്കാൻ പറ്റുന്ന മിശ്രിതം തയ്യാറാക്കാം എന്ന് നോക്കാം. ചീര കൃഷിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് നൈട്രജൻ കണ്ടന്റുള്ള വളങ്ങളാണ്. നൈട്രജൻ കണ്ടന്റ് ഏറ്റവും കൂടുതലായുള്ള ചെടിയാണ് ശീമക്കൊന്ന. ഇനി നിങ്ങൾക്ക് ശീമക്കൊന്നയുടെ ഇല കിട്ടിയില്ലെങ്കിൽ പച്ചിലകൾ ചേർത്താലും മതി. പക്ഷെ ശീമക്കൊന്നയാണ് ഗോമൂത്രത്തിന് പകരമായി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വളം. ശീമക്കൊന്ന നൈട്രജൻ്റെ ഒരു കലവറയായതുകൊണ്ട് ചീരയുടെ ഇലകൾക്ക് നല്ല പച്ചപ്പും വലുപ്പവും ഉണ്ടാവും. ഇതുകൂടാതെ ഈ ലായനി ഒരു കീടനാശിനിയായും പ്രവർത്തിക്കുന്നുണ്ട്. ശീമക്കൊന്നയുടെ ഇലക്ക് ഒരു പരിധി വരെ കീടങ്ങളെ അകറ്റി നിർത്താനുള്ള കഴിവുമുണ്ട്. ചീരയുടെ ഇലകളിൽ പുഴുക്കളുടെ ശല്യമോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ലായനിയിൽ അല്പം കാന്താരിമുളക് അരച്ച് ചേർത്താൽ മികച്ച ഒരു കീടനാശിനിയായും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് തയ്യാറാക്കുമ്പോൾ ശീമക്കൊന്നയുടെ ചെറിയൊരു മണം ഉണ്ടാകുന്നതുകൊണ്ട് ഇത് വീട്ടിനുള്ളിൽ വെച്ച് തയ്യാറാക്കാതെ പുറത്ത് വെച്ച് തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇനി ഈ മിശ്രിതം തയ്യാറാക്കാൻ നോക്കാം. കുറച്ച് ശീമക്കൊന്നയുടെ ഇല, അതായത് നമ്മൾ ചീരയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ള ചീരക്കെട്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പിടി, അത്രയാണ് വേണ്ടത്. തണ്ടിൽ നിന്നും ശീമക്കൊന്നയുടെ ഇല മാത്രം നുള്ളിയെടുത്ത് പഴയൊരു മിക്സിയുടെ ജാറിൽ ഉണ്ടെങ്കിൽ അതിലേക്കിട്ട് കുറേശ്ശെയായി അടിച്ചെടുക്കണം. ശീമക്കൊന്നയുടെ ഇലക്ക് വല്ലാത്തൊരു സ്മെല്ലുണ്ട്. ഇതിപ്പോൾ ശീമക്കൊന്നയുടെ ഇല അരച്ചെടുത്ത സ്ലറിയാണ്. നല്ല ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നേരിട്ട് ഒരിക്കലും ചെടികൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ചെടി കരിഞ്ഞു പോകും. അത്രയും പവറുണ്ട് ഇപ്പോൾ ഇതിന്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. അതുപോലെ തന്നെ പച്ചവെള്ളവും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന വിധം കൂടി പറയാം. 1 ലിറ്റർ അളവിൽ ശീമക്കൊന്നയുടെ ഇല അരച്ചെടുത്ത സ്ലറി എടുത്ത് ഈ ഒരു കപ്പ് 1 ലിറ്ററാണ്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ലിറ്റർ അളവിൽ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പുളിച്ച കഞ്ഞിവെള്ളത്തിലെ അന്നജം മണ്ണിലുള്ള ഉപകാരികളായ ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കഞ്ഞിവെള്ളം വല്ലാതെ കുറുകിയ അവസ്ഥയിലാവരുത്. ഇനി ഇതിലേക്ക് 2 മഗ് പച്ചവെള്ളവും കൂടി ചേർത്ത് നന്നായി ലയിപ്പിച്ചെടുക്കണം. അതായത് 1 ലിറ്റർ ശീമക്കൊന്ന അരച്ചെടുത്തതും 1 ലിറ്റർ കഞ്ഞിവെള്ളവും 2 ലിറ്റർ പച്ചവെള്ളവും ചേർത്താണ് ഇത് നേർപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഗോമൂത്രത്തിന് പകരമായി ചീരച്ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എനർജി ടോണിക്കായി. ഇനി ഇത് ചീരച്ചെടികളുടെ തടത്തിലും ഇലകളിലുമൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ. ആഴ്ചയിൽ 1 തവണ വീതം ഒഴിച്ചു കൊടുത്താൽ ചീരത്തൈകൾ പെട്ടെന്ന് വളർന്ന് നല്ല പച്ചപ്പോടെ സമൃദ്ധിയായി വളരുന്നത് കാണാം. അതുമാത്രമല്ല, ചീരയിൽ സാധാരണയായി കാണാറുള്ള ഇലപ്പുള്ളി രോഗം പോലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധി വരെ തടയാൻ ഈ മിശ്രിതം സഹായിക്കും. അപ്പോൾ ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കി നിങ്ങളും ചെടികൾക്ക് കൊടുത്തു നോക്കൂ. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.